ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു അടിപൊളി ബീഫിൻ്റെ ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് നമ്മൾ കരിയും കാര്യങ്ങളൊക്കെ ഇട്ട് എന്താ പറയുക, അൽഫാം ഉണ്ടാക്കില്ല, അതേ രീതിയിൽ ബീഫ് കൊണ്ടൊരു ഐറ്റം. നമ്മളിവിടെ സുഖാപ്പാൽ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് പറയാനുള്ളത് വീഡിയോക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ഇട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ വിശദീകരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് സാധനം ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് മുൻപ് ഇതിൻ്റെ കൂട്ട് എന്താ പറയുക, സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുറത്തേക്ക് വെള്ളം വലിഞ്ഞു പോകും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. അല്ലാത്തവർ ഡയറക്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് മുമ്പ് ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് നല്ല ബീഫ് 7 കിലോ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് എത്ര ആളാ? 10 വേണ്ടി 7 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ്ടില്ല, ഇതേ രീതിയിൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്ത ബീഫാണ്. ഇനി ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെയുള്ള പീസുകളാണ് മുഴുവനായിട്ടുള്ളത്. എല്ല് ഉണ്ടാവാൻ പാടില്ല. ഇതിന് എല്ല് ഉണ്ടായി കഴിഞ്ഞാൽ പാടില്ല എന്നല്ല, മറ്റേ എന്താ പറയുക, നെഞ്ചിൻ്റെ എല്ല്, വാരിയെല്ല് വരില്ലേ, ആ എല്ലാണെങ്കിൽ അടിപൊളിയായിരിക്കും. മറ്റ് എല്ലുകളൊന്നും ഉപയോഗിക്കരുത്. വലിയ കാലിൻ്റെ എല്ല് അങ്ങനത്തെ ഉള്ളത് സെറ്റാവില്ല. അപ്പോൾ നെഞ്ചിൻ്റെ എല്ലൊക്കെ ആണെങ്കിൽ അടിപൊളിയായി സൂപ്പറായിട്ട് വരും. അതൊക്കെ മിക്സ് ആയിട്ടാണുള്ളത്. ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞ പീസുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഇഞ്ചി കേട്ടോ, ഇഞ്ചിയുടെ പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി കൂടി മിക്സ് ചെയ്ത പേസ്റ്റ്. 7 കിലോക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 1/4 കിലോ ആണ്. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഒരു 100 ഗ്രാമിൻ്റെ പാക്ക് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗരം മസാല പൗഡർ, ഇതില്ലെങ്കിൽ നമുക്ക് സംഭവം നടക്കില്ലല്ലോ. ഗരം മസാല മെയിനാണ്. ആ ഗരം മസാല 50 ഗ്രാമിൻ്റെ ഒരു പാക്ക് ഫുള്ളായിട്ടിട്ടുണ്ട്. അതുപോലെ പെപ്പർ പൗഡർ, നമ്മുടെ കുക്ക് മാസ്റ്റർ ഷെഫ് നമുക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഞാനതിങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. പിന്നെ റെഡ് ചില്ലി, നോർമൽ ചില്ലി അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയോ? നോർമൽ ചില്ലി. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ച്. ഇത് 2 രീതിയിലുള്ള മസാലകൾ തയ്യാറാക്കട്ടോ. ഒന്ന് ഗ്രീൻ ചില്ലിയുടേതും പിന്നെ ഒന്ന് റെഡ് ചില്ലിയുടേതും. ഞങ്ങളിപ്പോൾ തയ്യാറാക്കുന്നത് റെഡ് ചില്ലിയുടേതാണ്. ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാം ഓയിൽ, അതല്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ, നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അതിനനുസരിച്ച് ഉപയോഗിക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് എണ്ണ ഉപയോഗിക്കുന്നത് വെച്ചാൽ നല്ല രീതിയിൽ ഇറച്ചിയിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒലിച്ചു പോകും. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മസാല അതിൽ കട്ടിയായിട്ട് അവിടെ നിൽക്കുക. അല്ലെങ്കിൽ വെള്ളത്തിലാകുമ്പോൾ ഉള്ള വെള്ളവും ഫ്രിഡ്ജ് വലിച്ചെടുക്കും. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ വെള്ളം ഉരുകി അത് മസാല ഒലിച്ചു പോകാനൊക്കെ സാധ്യതയാണ്. അതുകൊണ്ടാണ് എണ്ണ ഉപയോഗിക്കുന്നത്, ഓയിൽ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് പൂർണ്ണമായിട്ട് ഇട്ടതിന് ശേഷം എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉണ്ടല്ലേ, ഇതുപോലത്തെ എല്ല് ആണ് വാരിയെല്ല് ഞങ്ങൾ പറയും. ഈ എല്ല് ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. ഇതിങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല എന്താ പറയുക, മുന്നോട്ട് കാണാം, പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല. പിന്നെ നേരത്തെ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ ഇട്ടില്ല, അതിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീരിട്ടിട്ടുണ്ട്. എത്ര ചെറുനാരങ്ങ ഇട്ടതാ? 4 ചെറുനാരങ്ങ നീരും അതിൽ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ
ഈ ബീഫ് എടുത്ത 7 കിലോ ബീഫിന് ആ മസാല കൂട്ടിയപ്പോൾ ഞാൻ കരുതിയായിരുന്നു മസാല തികയില്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ കണ്ടില്ലേ എല്ലായിടത്തും നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എത്തും. നമ്മൾ വൈകിട്ടാണ് ഇതിൻ്റെ പരിപാടി. ഇപ്പോൾ ഒരു മണിക്ക് തന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മസാല നമ്മൾ 2-3 മണിക്കൂർ മുമ്പ് തന്നെ തേച്ച് വെക്കണം. എന്നാലാണ് അതിൻ്റെ ശരിക്കായിട്ട് മസാല പിടിക്കുള്ളൂ. തേച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടി. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവിടെ വെച്ച് വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ നമ്മളിതിൻ്റെ ചുടലും കാര്യങ്ങളും തുടങ്ങും. നമ്മൾ 10 പേരുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ബാക്കിയുള്ളത് അവിടെ വെച്ച് കാണാം. ഒരു പീസ് നമ്മൾ മിസ്സായിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിസ്സാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് പോവാണ്. 4:30 മണിക്ക് പോകാം. 4 മണിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ എല്ലാ സംഗതി എടുത്തിട്ടുണ്ട്. ക്യാമറ ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, കയ്യിൽ ഗിംബലും നമ്മളെന്താ പറയുക ഫോണും ഉണ്ട്. അതിലാണ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള സംഗതി പോവാം. ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, മുട്ടായി കൊണ്ടുവരാം. ഓക്കെ 4:30 മണി കഴിഞ്ഞു കേട്ടോ. 4:30 മണി കഴിഞ്ഞു. 4:45 കേട്ടോ. 4:45 ഗായ്സ്, സോറി. അപ്പോൾ ഗായ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് കവറിൽ കാണുന്നത് കുറച്ച് ചെറുനാരങ്ങയാണ്. നമുക്കത് സെറ്റ് ചെയ്തതിന് ശേഷം കൂട്ടി കഴിക്കാനുള്ള ചെറുനാരങ്ങ. പിന്നെ നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഗായ്സ് ഇവിടെ നിന്നാണ് ഞങ്ങൾ സംഭവം പൊളിക്കാൻ പോണത്. അടിപൊളി സ്ഥലട്ടോ. ഇത് കണ്ടില്ല, ഇത് എന്താ വെച്ചാൽ കൊപ്ര ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റാണ്. ഇനി തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കിതിനെ ഒന്ന് മുരിച്ച് എടുത്ത് തിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിലേക്ക് നമുക്ക് കിടക്കാട്ടോ. ഓക്കെ, മണത്തറിഞ്ഞിട്ട് ആരൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ. മണം കിട്ടിയതാണ് ആശാന് മണം കിട്ടിയ ഉടനെ ആശാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ എന്താ പറയാ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ല് കേട്ടാ. ഇത് നമ്മള് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയാണ്. ഇതിനകത്ത് നമ്മള് കണലിടും. കണലിട്ടിട്ട് ഇത് പഴയ സ്റ്റോവ് ഇല്ല നമ്മുടെ സാധാരണ ഗ്യാസ് സ്റ്റോവ്, അതുകൊണ്ട് ഉണ്ടാക്കിയാണ്. ഒരു സ്റ്റവ് തിരിച്ചിട്ട് ഒരു സ്റ്റവ് മറിച്ചിട്ട് അകത്തുള്ള ആ ഒരു ഭാഗത്ത് വെൽഡ് ചെയ്തിട്ട് 2 സ്റ്റവ് ഇങ്ങനെ വെച്ചിട്ട് സംഭവം സെറ്റപ്പാണ്. മുകളിലൊരു ഗ്രില്ലൊക്കെ വെച്ച് അങ്ങനെയാണ് സംഭവം. ഇവിടെ നമ്മൾ കണല് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്.
വിറക് കൂട്ടിയിടുന്നുണ്ട്. അത് കത്തിച്ച് ഇതേ രീതിയിലുള്ള കണലാക്കലാണ്. കണൽ കാശ് എടുത്ത് വാങ്ങാറില്ല. ഇതൊക്കെ ഒന്ന് കണലാക്കി നമുക്ക് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഗായ്സ് നമ്മളെ കണലൊക്കെ റെഡി ആയിട്ടുണ്ട്. കണൽ റെഡിയായി ഒന്നുകൂടി പിടിപ്പിക്കുകയാണ്. തീ കണൽ എല്ലാത്തും പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ കണലൊക്കെ ശരിയാക്കി അതിൻ്റെ മുകളിൽ സാധനങ്ങൾ അടുക്കി വെച്ച് ഓരോന്നോരോ ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. 10 പീസാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് വീശി കാറ്റ് വരുത്തുന്നുണ്ട്. നമ്മൾ പ്രത്യേക സജ്ജീകരണങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ ചുറ്റുവട്ടത്തേക്ക് എന്തൊക്കെയാണുള്ളത് അതൊക്കെ എടുത്ത് വീശി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഫാനും കാര്യങ്ങളൊന്നും സെറ്റപ്പ് ആക്കിയിട്ടൊന്നുമല്ല പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ പീസ് കൊണ്ട് ഇങ്ങനെ വീശി കണലൊക്കെ ആക്കി അതിന് മുകളിൽ അടുക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് ഇത് വേവിപ്പിക്കണം. വീശി വേവിപ്പിക്കണം. അതിനിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം. തിരിച്ച് മറിച്ച് വെച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിക്കട്ടയാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ട്രിപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വരികയാണ്. മറിച്ചിട്ട് ഇപ്പോൾ നല്ലൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. വെന്ത് നമുക്ക് തിന്നാൻ പാകത്തിനായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇരുട്ടായതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല. ഇവിടെ കറണ്ടൊന്നുമില്ല കേട്ടോ. ഒരു എമർജൻസി ലൈറ്റും ബാക്കി മൊബൈൽ ലൈറ്റുമാണ്. മൊബൈൽ ലൈറ്റിലൊന്നും ആരും അടിക്കുന്നൊന്നുമില്ല. എല്ലാവരും അവരവരെ എന്താ പറയുക കാത്തിരിപ്പിൻ്റെ ഒരു ക്ഷമയില്ലാത്ത സമയത്ത് കാത്തിരിപ്പിൻ്റെ ഇതിൽ മൊബൈൽ ലൈറ്റൊന്നും എല്ലാവരും അടിക്കുന്നില്ല. വീശുന്നിടത്ത് ഒരാൾ ലൈറ്റ് അടിച്ചുകൊണ്ടുണ്ട്. പിന്നെ കുറച്ചകലെ ഒരു എമർജൻസി ലൈറ്റ്. അത്രയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അല്ലേ സാധനം റെഡി. പൊറോട്ട കൂട്ടി ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ കടിച്ച് വലിക്കുന്നു. വീട്ടിലെ സാധനം കേട്ടോ. കടിക്കുന്നു. അടിപൊളി സാധനം, സൂപ്പർ, വണ്ടർഫുൾ. അടുത്ത ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രിപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എരിവ് നല്ല എരിവുണ്ട് കേട്ടോ. അടിപൊളിയാ, ഫുൾ സ്പൈസി. മെല്ലെ മെല്ലെ അങ്ങോട്ട് ചിക്കിയിട്. ഒന്നും പറയാനില്ല ഗായ്സ്.
ഒരു അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. വെറുതെ ഇങ്ങനെ തള്ളുന്നതല്ല, സൂപ്പറായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും പറയാനില്ല, അടിപൊളി സൂപ്പർ. അപ്പൊ ഗായ്സ് നമ്മളെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ എന്താ പരിപാടിയാണ്? അപ്പൊ ഗായ്സ് പരിപാടിയൊക്കെ ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. അതെന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ബാക്കി ഒരു പറഞ്ഞു. നമ്മളെ ക്യാമറമാനാണിത്, ക്യാമറമാൻ. ഇത്ര നേരം ക്യാമറ പിടിച്ച് സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട തെണ്ടി നമുക്ക് പണിയാന്നിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഫിനിഷിംഗ് ഷോട്ട് ഇവിടെ നടന്നുകൊണ്ടുണ്ട്. നമ്മുടെ കുക്ക് മെയിൻ ഷെഫാണ്. ഷെഫിന്റെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗിൽ നിന്ന് മാത്രം എടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു ബൈ ബൈ. നല്ല ഇനിയും വെറൈറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.